ആ സ്വർണം എവിടെ പോയി എന്നറിയാൻ വേണ്ടി ശബരിമലയിൽ ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട ചരിത്രം കൂടി പരിശോധിക്കണം. 1998 UB ഗ്രൂപ്പിന്റെ ചെയർമാനായ വിജയ് മല്യ വഴിപാടായി ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിയാൻ തീരുമാനിക്കുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾക്ക് മുൻപ് രണ്ട് വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് സ്വർണം പൊതിയുക, സ്വർണം പൂശുക. വിജയ് മല്യ ചെയ്തത് സ്വർണം പൊതിയുകയായിരുന്നു. അതായത് ചെമ്പ് തകിടുകൾക്കും മേൽ സ്വർണ്ണ തകിടുകൾ പതിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പൂശുക എന്ന് പറഞ്ഞാൽ ചെമ്പിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരിക, അത് മുക്കുപണ്ടമാണ്. വിജയ് മല്യ ചെയ്തത് ഒറിജിനൽ സ്വർണം പാളികൾ അവിടെ പതിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇനി എങ്ങനെയാണ് ശബരിമല സന്നിധാനത്ത് സ്വർണം പൊതിഞ്ഞതെന്ന് പറയാം. 1998 സെപ്റ്റംബർ 4 സ്വർണം പൊതിഞ്ഞ ശ്രീകോവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വിജയ് മല്യ സമർപ്പിച്ചത്. അന്ന് 30.3 ഗ്രാം അല്ലെങ്കിൽ 30.3 കിലോ സ്വർണമാണ് വിജയ് മല്യ ഈ സ്വർണം പൊതിയാൻ വേണ്ടി ഉപയോഗിച്ചത്. അന്ന് ചെയ്തത് ശബരിമല ശ്രീകോവിലുണ്ടായിരുന്ന ചെമ്പ് തകിടുകൾക്കും മേൽ സ്വർണ്ണ പ്ലേറ്റുകൾ, ഒറിജിനൽ സ്വർണ്ണ പ്ലേറ്റുകൾ, അത് 12 ലെയറുകളായിട്ട് പതിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അത് ശ്രീകോവിലിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പാളികൾ പതിപ്പിച്ചതെന്ന് നമുക്ക് നോക്കാം. അന്ന് ശ്രീകോവിലിന്റെ മേൽക്കൂരയിലെ 4 നാഗരൂപങ്ങൾ, ശ്രീകോവിലിന്റെ സീലിംഗ്, 2 ദ്വാരപാലക ശില്പങ്ങൾ. ശ്രദ്ധിക്കണം, 2 ദ്വാരപാലക ശില്പങ്ങൾ, അതാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. ആ പാളികൾ കൊണ്ടുപോയതാണ്. ഭിത്തിയിലെ അയ്യപ്പ ചരിതം എഴുതിയ തകിടുകൾ, അത് സന്നിധാനത്ത് ശ്രീകോവിൽ തൊഴുതിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. 2 കമാനങ്ങൾ, ശ്രീകോവിലിലെ കാണിക്ക വഞ്ചി, ശ്രീകോവിലിലെ 3 കലശങ്ങൾ, ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനയുടെ പ്രതിമകൾ, 3 കർണകൂടവും തൂണുകളും, ശ്രീകോവിലിന്റെ മുഖ്യ കവാടം, കന്നിമൂല ഗണപതി കോവിലിന്റെ കലശം, നാഗരാജ കോവിലിന്റെ കലശം. അതായത് സന്നിധാനത്ത് അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹം ഇരിക്കുന്ന ശ്രീകോവിലിന് പുറത്ത് നാഗരാജാവിന്റെ ക്ഷേത്രത്തിലും കന്നിമൂല ഗണപതി ക്ഷേത്രത്തിന്റെയും കലശങ്ങളിലും സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. ഈ സ്വർണം പൊതിയുമ്പോൾ, അന്ന് ശ്രീകോവിലിന്റെ ഈ ഭാഗങ്ങളെല്ലാം സ്വർണം പൊതിയുമ്പോൾ വാതിലുകളിൽ സ്വർണം പൊതിഞ്ഞിട്ടില്ല. ഇതിന് ആധികാരികമായ തെളിവെന്ന് പറയുന്നത് അന്ന് വിജയ് മല്യ നടത്തിയ വാർത്താ സമ്മേളനം തന്നെയാണ്. അതിനൊപ്പം ഇക്കാര്യങ്ങളെല്ലാം മാതൃഭൂമി അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അന്ന് സ്വർണം ശബരിമല ശ്രീകോവിലിൽ നിന്ന് ഏറ്റെടുക്കും. ശബരിമല ശ്രീകോവിലിന് സ്വർണം പൂശിയാൽ പൂർത്തിയായി. സ്വർണം പൂശിയ ശ്രീകോവിൽ വെള്ളിയാഴ്ച ദേവസ്വം ബോർഡ് ഏറ്റെടുക്കും. ഇത് 1998 സെപ്റ്റംബറിൽ വന്ന പത്രമാണ്. ഇനി അന്ന് ഈ വാതിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നില്ല. അത് പിന്നീട് ആ സ്വർണം പൊതിയുന്നത് 2019 2019 വാതിലുകൾ സ്വർണം പൊതിയുന്നത്. അന്ന് ചെയ്തത് നിലമ്പൂർ തേക്ക് കൊണ്ട് പുതിയ വാതിൽ നിർമ്മിച്ച് അതിൽ ചെമ്പ് തകിടുകൾ സ്ട്രക്ചർ ഉണ്ടാക്കി അതിനുമേൽ സ്വർണം പൊതിഞ്ഞു എന്നാണ് രേഖകളിൽ കാണുന്നത്. അതിനുവേണ്ടി 4 കിലോ സ്വർണം പൊതിഞ്ഞു എന്നാണ്. അന്ന് ഈ സ്വർണം പൊതിയാൻ വേണ്ടി വഴിപാടായി നൽകിയ കുറച്ച് ഭക്തന്മാരുണ്ട്, വ്യവസായികളാണ്. ആ വ്യവസായികളായ ഭക്തരുടെ കൂട്ടത്തിൽ ഒരു പേര് ശ്രദ്ധേയമാണ്. ഉണ്ണി തിരുമേനി എന്നൊരു പേരാണ്. അതാകണം ഇപ്പോഴത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ.